അതുപോലെ അബുദാബിയിൽ ഷെയ്ഖ് ഖസ്റജി ഉണ്ട്. അബുദാബിയുടെ മുൻ മതകാര്യ വകുപ്പ് മന്ത്രി, യുഎയുടെ മന്ത്രി. അദ്ദേഹം ഖസ്റജി കുടുംബമാണ്, അൻസാരികളായ സ്വഹാബി പരമ്പരയിൽപ്പെട്ട മഹാനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ അവരുടെ ഫാമിലി ഭദ്രമായ ഒരു മുടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് എല്ലാ റബീഉൽ അവ്വൽ 12-നും റമദാൻ 27-ാം രാവിന്റെ അന്നും പ്രത്യേകം പുറത്തെടുക്കാറുണ്ട് എന്ന് അവിടെയുള്ള രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇങ്ങനെ വേൾഡിൽ അറിയപ്പെട്ട സ്ഥലങ്ങളിൽ വളരെ പാവനമായി, വളരെ ആധികാരികമായി പ്രബലമായ കുടുംബങ്ങളോ ഔദ്യോഗിക തലത്തിൽ ഗവൺമെന്റ് സംവിധാനത്തോടെയോ അത് സൂക്ഷിച്ചു വരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ നിഷേധിക്കുന്നില്ല. അത് വല്ലാത്ത പുണ്യവും. നബിയുടെ തിരുകേശം കാന്തപുരത്തിന്റെ കരങ്ങളിലേക്ക് ദുബായ് ഔഖാഫ് ഹെറിറ്റേജ് മേധാവി ഷെയ്ഖ് ഖസ്റജി ഏൽപ്പിക്കുമ്പോൾ കാന്തപുരവും മർക്കസും ഒരിക്കൽ കൂടി ചരിത്രത്തിലേക്ക് നടന്നു കയറി. മസ്ജിദ് റസൂലുള്ളാഹിന്റെ മുടി സൂക്ഷിച്ചിട്ടുണ്ട്. അതിന് പരമ്പരയുണ്ട്, തങ്ങൾ വരെ എത്തിച്ചേർന്ന പരമ്പരയുണ്ട്. അബൂദാബിയിൽ ഖസ്റജി കുടുംബത്തിന്റെ കയ്യിൽ ആ മുടിയുണ്ട്. അതുപോലെ സുഡാനിൽ മുടിയുണ്ട്. ലോകത്ത് അറിയപ്പെട്ട സ്ഥലം എന്റെ ഒരു ക്ലിപ്പിംഗ് വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, സത്യത്തിൽ ലോകത്ത് പല സ്ഥലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയുണ്ട്. വെല്ലൂരിലുണ്ട്, കാശ്മീരിലുണ്ട്, തുർക്കിയിലുണ്ട്, പല സ്ഥലങ്ങളും ഉണ്ടെന്ന പോലെ അബൂദാബിയിൽ ഖസ്റജി ഫാമിലി മുടിയുണ്ട് എന്ന് എനിക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും ഇപ്പൊ അബുദാബി ഖസ്റജി ഫാമിലി അങ്ങനെ മുടിയുണ്ട്, ഹമീദ് വൈസി പറഞ്ഞല്ലോ അതന്നെയാണ് ഈ മുടി എന്നാണ് പറയുന്നത്. ഏറ്റവും വലിയ തെളിവ്, ഞാൻ വളരെ ആധികാരികമായ ഒരു ഉത്തരവാദപ്പെട്ട ആളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു അതുകൊണ്ട് ശരിയെന്നുള്ളതാണ് കാന്തപുരം വിഭാഗം വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ട് നെറ്റിലൂടെ. ഞാൻ വിനയപൂർവ്വം പറയട്ടെ, ഞാൻ അബുദാബിയിൽ 10-16 വർഷക്കാലമായി ഇടയ്ക്കിടെ പോകാറുണ്ട്. ഈ കഴിഞ്ഞ 2-3 വർഷക്കാലമായി എന്നോട് സുഹൃത്ത് ഇടയ്ക്കിടെ പറയും, നമ്മുടെ ഖസ്റജിന്റെ വീട്ടിലൊരു മുടിയുണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് റബീഉൽ അവ്വലിനും പ്രദർശിപ്പിക്കും, റമദാനിനും പ്രദർശിപ്പിക്കും. ഈ സുഹൃത്ത് സത്യസന്ധര, ഒന്ന് പോയി കണ്ടുടേക്കും. കാണാൻ പറഞ്ഞ് നമുക്ക് സമയം കിട്ടൂല, അങ്ങനെ നീണ്ടുപോയി. പക്ഷെ എന്റെ മനസ്സിൽ സത്യസന്ധരായ സുഹൃത്ത് അങ്ങനെ പറഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ വേരൂന്നി. ഞാൻ സ്വാഭാവികമായും പറഞ്ഞ കൂട്ടത്തിൽ അവിടെ ഒരു മുടിയുണ്ട്, അവരെ പാരമ്പര്യമായി സൂക്ഷിച്ചു വരുന്നത് എന്നായിരിക്കും എന്റെ ധാരണ. ആ നിലയ്ക്ക് ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കാരന്തൂർ മർക്കസ് സമ്മേളനത്തിൽ സാക്ഷാൽ ആ ഖസ്റജിന്റെ വീട്ടിലെ മുടി അദ്ദേഹത്തിന്റെ മകൻ എന്ത് ചെയ്യാണ്, ഖസ്റജി വഫാത്തായി പോയി, നേരിട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്നു എന്ന വാർത്തയാണ് ടെലഫോണിൽ ഇങ്ങനെ ആളുകൾ വിളിച്ചു പറയുന്നത്. ഞാൻ സത്യത്തിൽ അത്ഭുത ശ്രദ്ധ പഠിച്ചാൽ കാന്തപുരത്തിന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടി എത്തിച്ചേരോ? എന്ത് സംഭവിച്ചു? പട്ടിക്കാട് ജാമിഅനൂരി അറബി കോളേജിൽ വെച്ച് എന്നോട് കുട്ടികളെ കുറിച്ച് പ്രസംഗിക്കാൻ പറഞ്ഞു. ഞാൻ അത് പറയാൻ പറ്റൂല, കാരണം അവിടെ ഒരു മുടിയുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, പഠിക്കാതൊന്നും പറയാൻ പറ്റൂലായിരുന്നു. ഞാൻ സത്യസന്ധമായ നിലപാടിൽ ഉറച്ചു നിന്നു. അങ്ങനെ ഇക്കഴിഞ്ഞ റബീഉൽ അവ്വലിന് ഇപ്പൊ ഈ റബീഉൽ അവ്വലിന് അബുദാബി ചെന്നു. അബുദാബി ചെന്ന് നോക്കുമ്പോൾ ഇവിടെ കൊടുത്ത മുടി വീണ്ടും അവിടെ ഉണ്ടെന്ന് അറിയാൻ സാധിച്ചു. പക്ഷേ ഇവിടെ കൊടുത്ത മുടി പിന്നെ എങ്ങനെ അവിടെ ഉണ്ടാണ്? അപ്പൊ നോക്കുമ്പോൾ അവിടെ ഒരു മുടിയല്ല, ആയിരക്കണക്കിന് മുടികൾ ഉള്ള ഒരു വലിയ കെട്ടാണ് അവിടെ ഉള്ളത് എന്ന് അറിയാൻ സാധിച്ചു. ഇതാ നിങ്ങൾക്ക് ആ കെട്ട് നേർക്ക് നേരെ സ്ക്രീനിൽ കാണാൻ സാധിക്കും. വിശ്വസ്തരായ നമ്മുടെ ആളുകൾ നേർക്ക് നേരെ പോയി ഫിലിമിൽ പകർത്തിയ, വീഡിയോ ക്യാമറയിൽ പകർത്തിയ അതിന്റെ ചിത്രം കൃത്യമായി കാണാൻ സാധിക്കും. മഹാന്മാരുടെ അടുക്കൽ ഇങ്ങനെ ചില്ലറ മുടികൾ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഇത്ര വലിയൊരു കെട്ട് ചരിത്രത്തിൽ ഒരു സ്വഹാബി വരന്റെ കൈവശം എത്തിപ്പെട്ടതായി രേഖകളിൽ കാണുന്നില്ല. ഇത്ര നീളം എങ്ങനെ മുടിക്ക് കൂടി, ഇത്ര വലിയൊരു കെട്ട് എങ്ങനെ കൈവന്നുവെന്ന് ആധികാരികമായി സ്ഥിരീകരിക്കപ്പെടേണ്ടതാണ്. സ്ഥിരീകരിക്കേണ്ട ബാധ്യത അവർക്കുണ്ട്. നമ്മുടെ സംശയം വർദ്ധിച്ചു. സ്വാഭാവികമല്ലേ സംശയം? അപ്പോഴാണ് മനസ്സിലാക്കിയപ്പോൾ കഴിഞ്ഞത്, ഈ മുടി ഖസ്റജി കുടുംബത്തിൽ പാരമ്പര്യമായി വന്നതല്ല. കൃത്യമായി നമ്മൾ അന്വേഷിച്ചു. പാരമ്പര്യമായി വന്നതല്ല. ഇപ്പോ ഈ ഇരിക്കുന്ന ബഹുമാന്യനായ ഖസ്റജിയുടെ പുത്രൻ പുറത്തുനിന്ന് സംഘടിപ്പിച്ചതാണ് എന്ന് കൃത്യമായി അറിഞ്ഞപ്പോൾ നമ്മുടെ സംശയം നേരത്തെ അവിടെ പാരമ്പര്യമായി ഉണ്ടായിരുന്നു എന്ന ധാരണ മനസ്സിൽ തിരുത്തപ്പെടേണ്ടി വന്നു. ഇത് പുറത്ത് സംഘടിപ്പിച്ചതാണ്. സ്വാഭാവികമായും അപ്പൊ കൃത്യമായി ആധികാരികമായ രേഖ, അതിന്റെ സനദില്ലാതെ നമുക്ക് വിശ്വസിക്കാൻ യാതൊരു ചാൻസും ഇല്ല. ഇത് സംശയാസ്പദമായ ഒരു വലിയ വിഷയമായി മനസ്സിൽ സ്ഥാനം പിടിച്ചു. അപ്പൊ ഞാൻ നേരത്തെ മുടി ഉണ്ട് എന്ന് പറഞ്ഞത് ശരിയാണ്.
ശരിയാണ്, പിന്നീട് അത് പിതൃ പരമ്പരയുടെ വന്നതല്ല എന്ന് സ്ഥിരപ്പെട്ടു എന്നത് ശരിയാണ്. ഇനി എൻ്റെ ക്ലിപ്പിംഗ് വെച്ചിട്ട് ആ മുടി ഞാൻ അംഗീകരിച്ച മുടിയാണ്, അതുകൊണ്ട് കാന്തപുരം അംഗീകരിക്കുന്നു എന്ന് ദയവ് ചെയ്ത് കാന്തപുരത്തിലെ പ്രവർത്തകന്മാർ കാന്തപുരത്തിന് വേണ്ടി പ്രചാരണം നടത്തേണ്ടതില്ല എന്ന് സവിനയം ഉണർത്തുകയാണ്. സ്വാഭാവികമായും അറിഞ്ഞത് പറഞ്ഞു, കൂടുതൽ പഠിച്ചപ്പോൾ കൃത്യമായി ബോധ്യപ്പെട്ടത് നാം വിശദീകരിക്കുകയും ചെയ്യുന്നു. ഇതാണ് വസ്തുത.